റൂട്ട്നെസ് സെറികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ മാസമായി തോട്ടങ്ങളിൽ പുതിയ വേരുകളുടെ ഇനിഷ്യേഷൻ തീരെ കുറവായിട്ടാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വേര് അടിക്കുന്ന സമയമെന്ന് പറയുന്നത് ഡിസംബർ ജനുവരി സമയം, അതുപോലെ തന്നെ ജൂൺ മാസവുമാണ്. ഈ 2 മാസങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് റൂട്ട് ഇനിഷ്യേറ്റ് ആയെങ്കിലേ ഉള്ളൂ ഇനി വരുന്ന സീസണിൽ നമുക്ക് അത്യാവശ്യം ഡള്ളാവാതെ തന്നെ ഈൽഡെടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, തോട്ടത്തിൽ റൂട്ട് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കർഷകർ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഇനി മുന്നോട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് ഇനിയുള്ള നമ്മുടെ അടുത്ത മാസങ്ങളിൽ നമ്മുടെ തോട്ടങ്ങളിൽ ചെയ്യേണ്ട അടിവളങ്ങൾ, അതായത് മെയിനായിട്ട് നമ്മൾ ചോട്ടിൽ ഈ മാസം റൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കാണാൻ പോകുന്നത്. മിക്കവാറും കർഷകർ ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തന്നെ രാസവളങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം റൂട്ടിംഗ് ഇല്ല, കാപിടുത്തം കുറവാണ്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് രാസവളങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ് തോട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാസവളം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ജൈവവളം എന്ന് പറയുന്നത്. അതായത് ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം, വേരാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടമാനം രാസവളങ്ങൾ കൊടുത്തത് കൊണ്ടും നമുക്കത് റിസൾട്ട് കിട്ടാനില്ല. അപ്പോൾ പ്രോപ്പർ റൂട്ടിങ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഒരു ജൈവമാർഗ്ഗം സ്വീകരിക്കുകയാണെങ്കിൽ നല്ല കരുത്തുള്ള വേരുകൾ നമ്മുടെ മണ്ണിലുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് റൂട്ടിൻ്റെ ഇനിഷ്യേഷൻ കുറവാണ്, ചെറിയ രീതിക്കുള്ള പൊടിവേരിൻ്റെ ഒരു ഇനിഷ്യേഷനെ കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്കെപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, രാസത്തെക്കാട്ടിലുപരി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജൈവവളങ്ങൾ തന്നെയാണ്. അപ്പം ആ റൂട്ട് ഇനിഷ്യേറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ജൈവമാർഗ്ഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തുള്ള വേരുകൾ. അപ്പോൾ മിക്കവാറും കർഷകർക്ക് ഒരു സംശയം വരും, നമ്മൾ എന്തിനാണ് നമുക്ക് രാസവളം കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ കായ് കയറുമല്ലോ. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് കോംപ്ലക്സ് ആയിട്ടാണ്. അതായത് 2 കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ വേണം. ജൈവമാർഗ്ഗങ്ങളും വേണം, അതുപോലെ തന്നെ രാസമാർഗ്ഗങ്ങളും വേണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല ഈൽഡ് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കൃഷി രീതിയിൽ ഞാൻ കൂടുതലായിട്ടും, അതായത് സാധാരണ കർഷകരൊക്കെ ജൈവമാർഗ്ഗം നല്ലപോലെ ചെയ്യുന്നവരെപ്പോഴും വർഷത്തിലൊരു തവണ ചെയ്യും. അതായത് 1 കിലോ എല്ലാം ഓരോ സാധനങ്ങളും 1 കിലോ അളവിലൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് ഡോസ് കണക്കാണ്. അതായത് പകുതി ഡോസായിട്ട് നമ്മൾ വർഷത്തിൽ 2 പ്രാവശ്യം ചെയ്യുന്ന രീതിയിൽ. ഒന്ന് നമ്മൾ ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലും, അതുപോലെ തന്നെ അടുത്തത് ഒരു നവംബർ ഡിസംബർ സമയത്തുമാണ് നമ്മൾ കൂടുതലായിട്ട് ജൈവവളങ്ങൾ ഡോസ് കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ മണ്ണിൽ നല്ലപോലെ പൊടിവേരുകൾ, ഫൈബ്രസ് റൂട്ട് നല്ലപോലെ ഇനിഷ്യേറ്റ് ആവാനായിട്ടും, അതുപോലെ തന്നെ മണ്ണിലുള്ള ഓർഗാനിക് കാർബണിൻ്റെ അളവ് ഒന്ന് നല്ലതാവാനായിട്ട്, അതുവഴി നമ്മുടെ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നല്ലപോലെ തന്നെ അതിൻ്റെ സാന്നിധ്യം കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ല വേരുകളും ആകും. മാത്രമല്ല മണ്ണിലുള്ള നമ്മുടെ വളങ്ങൾ നല്ലപോലെ ചെടികൾക്ക് ലഭ്യതയിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആവാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള സീസണിൽ നമ്മൾ പ്രോപ്പറായിട്ട് രാസവളങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പരമാവധി എഫിഷ്യൻസി കിട്ടാനൊക്കെ ആയിട്ട് എപ്പോഴും മണ്ണിൽ നമ്മൾ ആദ്യം ഒരു ജൈവമാർഗ്ഗം സ്വീകരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന, നമ്മുടെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നല്ല മാർഗ്ഗങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ. അധികം കോമ്പിനേഷൻസ് ഒന്നുമില്ല, എങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ടങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യാം, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യുന്ന. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഒരിക്കലും ഒരു രാസവളം കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പുഷ് പോലെ നമുക്കൊരിക്കലും ഒരു ജൈവമാർഗ്ഗം കൊടുത്താൽ കിട്ടണമെന്നില്ല. അതായത് സഡനായിട്ട് റിസൾട്ട് നമ്മുടെ ചെടികളിലേക്ക് കാണിക്കണമെന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ ഒരു ഘടനയിൽ തന്നെ നല്ല മാറ്റം വരികയും ചെയ്യും. നമ്മുടെ മുന്നോട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ഓൾറെഡി കുമ്മായം ചെയ്ത്, ഈ തോട്ടത്തിൽ നല്ലപോലെ കുമ്മായം ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ രാസമാർഗ്ഗങ്ങൾ, ഞാൻ പറയാൻ പോകുന്ന കോമ്പിനേഷൻസ് ഒക്കെ ഇവിടെ ചെയ്ത തോട്ടമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ ഈ തോട്ടത്തിൻ്റെ ഒരു കണ്ടീഷൻ കണ്ടാൽ സാധിക്കും. നമ്മളൊരു 7-8 മാസമായിട്ട് നമ്മൾ നോക്കുന്ന തോട്ടമാണ്. നമ്മൾ ഈ രീതിയിലാണ്, ഞാൻ വന്നതിന് ശേഷം ഒരു 2 തവണ നമ്മുടെ ജൈവമാർഗ്ഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കോമ്പിനേഷനാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, അതായത് നീം കേക്ക്. ഏറ്റവും നല്ല പോലെ തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഘടന മാറ്റാനും, അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനൊക്കെ ആയിട്ടും, അതുപോലെ മൈക്രോബൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും, ചെടികളുടെ ആരോഗ്യമാണെങ്കിലും, നമ്മുടെ തട്ടകളുടെ അടിവണ്ണം, അതുപോലെ തന്നെ തട്ടയുടെ പുതിയ ചിമ്പിൻ്റെ കരുത്ത്, ഇതെല്ലാം കൂട്ടാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന നൈട്രജൻ്റെ കണ്ടൻറ്റുള്ള നല്ല ഒരു ജൈവവളമാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്, നീം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെടിക്ക് കൊടുക്കേണ്ട ഡോസ് എന്ന് പറയുന്നത് ഒരു 300 മുതൽ 1/2 കിലോ 500 ഗ്രാം വരെ. അതായത് നമ്മൾക്ക് എന്തോരമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ളത്, അതിനനുസരിച്ച് ഒരു 300 മുതൽ 500 ഗ്രാം വരെ ഒരു ചെടിക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, അഴുകൽ കൂടുതലുള്ള തോട്ടങ്ങളാണെങ്കിൽ, അതിൽ അഴുകൽ നല്ലപോലെ വരാൻ സാധ്യതയുള്ള തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്
ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. അതായത് ഒരു 250 മുതൽ 300 ഗ്രാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് അളവ് കുറച്ച് ഇടാവുന്നതാണ്. അല്ലാത്ത തോട്ടങ്ങളിൽ നമുക്ക് നോർമലായിട്ട് കൊടുക്കുകയാണെങ്കിൽ 1/2 കിലോ വരെ പെർ പ്ലാന്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്, അതായത് ബോൺ മീൽ. അപ്പോൾ ബോൺ മീൽ കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നമ്മുടെ മാർക്കറ്റിൽ ആസിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ബോൺ മീൽ നല്ലപോലെ തന്നെ ലഭ്യതയിലുണ്ട്. അതായത് പല പാക്കിങ്ങിൽ വരുന്ന ബോൺ മീൽ ലഭ്യതയിലുണ്ട്. അപ്പോൾ ബോൺ മീൽ കുറച്ച് കിട്ടാൻ പാടായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കിട്ടുന്നത് പോയി വാങ്ങിച്ചിടാതെ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നമ്മൾ നിരീക്ഷിച്ചിട്ട് വേണം നമ്മൾ ബോൺ മീൽ വാങ്ങാനായിട്ട്. ഇല്ലെങ്കിൽ ഉള്ള വേരുകളും കൂടെ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ബോൺ മീൽ അതൊരു ചെടിക്ക് കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് 300 മുതൽ 500 ഗ്രാം വരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/2 കിലോ വരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മൾ 1/2 കിലോ ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനുണ്ട്, തോട്ടത്തിൽ പന്നിയുടെ ശല്യം കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്ന് ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നല്ല പിണ്ണാക്കിൻ്റെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടുവാണെങ്കിലും അത്യാവശ്യം പന്നി ശല്യത്തിൻ്റെ ആ ഒരു അധികം പന്നികൾ നമ്മളെ ആക്രമിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടുതലുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ രാജ് ഫോസ് എന്ന് പറയുന്നത്. അപ്പോൾ രാജ് ഫോസും പെർ പ്ലാന്റ് കൊടുക്കേണ്ടത് ഒരു 250 മുതൽ ഒരു 400 ഗ്രാം എന്നുള്ള കണക്കിൽ നമുക്ക് പെർ പ്ലാന്റ് കൊടുക്കാവുന്നതാണ്. നമുക്കറിയാം ഫോസ്ഫറസ് കണ്ടൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കാണ് നല്ല പോലെ റൂട്ടിങ് ഇനിഷ്യേറ്റ് ആവുന്നത്. നമ്മൾ നേരത്തെയും പറഞ്ഞു, മണ്ണിൽ ഫോസ്ഫറസ് കുറവുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ചെടികൾക്ക് എടുക്കാൻ പറ്റുന്നതുകൊണ്ടുമാണ് നമ്മുടെ മണ്ണിൽ റൂട്ടിങ്ങിൻ്റെ ഇനിഷ്യേഷൻ കുറവാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ബോൺ മീൽ രാജ് ഫോസും വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് നമ്മുടെ തട്ടുകളുടെ കിഴങ്ങ്, അത് അടിവണ്ണം എന്തോരം ഹെൽത്തി ആണോ അതിനനുസരിച്ചാണ് വരുന്ന ശരവും അതുപോലെ തന്നെ വരാൻ പോകുന്ന ചിമ്പുകൾ, പുതിയ ജനറേഷൻ ചിമ്പുകളും. അപ്പോൾ അതിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ മണ്ണിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും ബെറ്ററായിട്ട് നമുക്കിതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജൈവമാർഗ്ഗം സ്വീകരിക്കുമ്പോഴത്തേക്ക് സ്ലോ റിലീസാണ്. അതായത് ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ നമുക്ക് പയ്യെ വളങ്ങൾ ചെടിയിൽ ലഭ്യതയിലേക്ക് കിട്ടിക്കോളും. അപ്പം ഏറ്റവും ഫോസ്ഫറസ് കൂടുതലായിട്ടുള്ള ബോൺ മീൽ രാജ് ഫോസ് നമുക്ക് തോട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതായത് ഒന്നാമത്തേതാണ് നമ്മുടെ NPK ബാക്ടീരിയ. നമുക്കറിയാം ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഒരു പാർഷ്യലി മൊബിലൈസേഷൻ ഒരു ന്യൂട്രിയൻ്റാണ്. അതായത് അധികം ചെടികൾ എടുക്കത്തില്ല എങ്കിലും വളരെ ചെറിയ രീതിയിലാണ് ഫോസ്ഫറസ് നമ്മുടെ ചെടികളിലേക്ക് അപ്ടേക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അതുപോലെ തന്നെയാണ് ഇമ്മൊബൈലായിട്ടുള്ള നമ്മുടെ ഒരു ന്യൂട്രിയൻ്റാണ് കാൽഷ്യം എന്ന് പറയുന്നത്. നമുക്കതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ഫോസ്ഫറസിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരു NPK ബാക്ടീരിയ കൺസോർഷ്യം, അതായത് നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന, ഫോസ്ഫറസിനെ സൊല്യൂബിലൈസ് ചെയ്യുന്ന, പൊട്ടാഷ്യനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ബാക്ടീരിയ. അപ്പോൾ അതിലേറ്റവും നമുക്ക് ആവശ്യം വേണ്ടത് നമ്മുടെ ഫോസ്ഫറസ് സൊല്യൂബിലൈസിങ് ബാക്ടീരിയയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരുമിച്ചുള്ള കോമ്പിനേഷൻസ് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യതയിലുണ്ട്. നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പണ്ടുതൊട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൺസർട്ട് ഗ്രാനുകൾ എന്ന് പറയുന്നത്, അതായത് NPK ബാക്ടീരിയ കൺസോർഷ്യം. അപ്പം കൺസോർഷ്യം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിലെ ഫോസ്ഫറസ് ചെടിയിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ റൂട്ടിൻ്റെ ഇനിഷ്യേഷൻ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 50 ഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള കണക്കിൽ നമുക്ക് കൺസർട്ട് ഗ്രാനുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാം യൂസ് ചെയ്യുക, അതായത് വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ. നിലവിലെ സാഹചര്യത്തിൽ റൂട്ടിങ്ങിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ ഈ വാം എന്ന് പറയുന്നത്. അതായത് വെസിക്കുലാർ അർബസ്കുലാർ മൈക്കോറൈസ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഫൈബറസ് റൂട്ടിൻ്റെ ഇനിഷ്യേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കൊടുക്കുന്നവരെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഏത് കോമ്പിനേഷൻസ്, അതായത് NPK ബാക്ടീരിയ ആണെങ്കിലും വാം ആണെങ്കിലും കൊടുക്കുമ്പോഴത്തേക്ക് തോട്ടങ്ങളിൽ ഫംഗൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫംഗിസൈഡ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് NPK ബാക്ടീരിയയും വാം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ വാം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഫൈബറസ് റൂട്ടിൻ്റെ ഇനിഷ്യേഷന് നല്ല പോലെ നമ്മുടെ വേരുകളെയും ചെടികളെ ഹെൽപ്പ് ചെയ്യും വാം കൊടുക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള മെയിനായിട്ട് ഫോസ്ഫറസിനെ അപ്ടേക്ക് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല മറ്റ് മണ്ണിൽ കിടക്കുന്ന മറ്റ് ന്യൂട്രിയൻസിനെ, സെക്കൻഡറി മൈക്രോ ന്യൂട്രിയൻസിനെ നമുക്ക് ഏറ്റവും കൂടുതൽ പുൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടെയാണ് നമ്മുടെ വാം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വാം ഗ്രാനുവൽ ഫോമിൽ നമുക്ക് മാർക്കറ്റ് ലഭ്യതയിലുണ്ട്. അധികം കോസ്റ്റ് ആവാതെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് റൂട്ടാൻസ ഗ്രാനുവളാണ്. റൂട്ടാൻസ ഗ്രാനുവൾ അതൊരു 50 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം കോമ്പിനേഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന, അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ ചിന്തിക്കും എല്ലാവർക്കും അറിയാവുന്ന കോമ്പിനേഷൻസ് ആണല്ലോ എന്നൊക്കെ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തോട്ടങ്ങളിൽ ഇത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ശരിയാണ്, എല്ലാവർക്കും അറിയാവുന്നൊരു കോമ്പിനേഷനാണ്. പക്ഷേ നമ്മൾ തോട്ടങ്ങളിൽ ടൈംലി ആപ്ലിക്കേഷൻസ്, അതായത് സമയത്ത് ഇത് കൊടുക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ സമയത്ത് വേരുകൾ ഇനിഷ്യേറ്റ് ആവാതെ അരിമ്പുകളിൽ കായില്ലാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ആണെങ്കിൽ, തീരെ വേരോട്ടമില്ല, അല്ലെങ്കിൽ ചെടികളുടെ ആരോഗ്യം തീരെ കുറവാണ്, ഒട്ടും തന്നെ കാ പിടിക്കുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്, രാസവളത്തിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങളൊരു ജൈവമാർഗ്ഗം, നമ്മളിപ്പോൾ പറഞ്ഞ കോമ്പിനേഷൻസ്, അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, രാജ്ഫോസ്, അതിൻ്റെ കൂടെ NPK ബാക്ടീരിയ കൺസർട്ട്, അതുപോലെ തന്നെ റൂട്ടാൻസ വാം, ഇതൊന്ന് മിക്സ് ചെയ്ത് പെർ പ്ലാന്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ രാസവളം ചെയ്യുവാണെങ്കിൽ
കുറച്ചും കൂടെ നമ്മൾ കൊടുക്കുന്ന രാസവളത്തിൻ്റെ ലഭ്യത നമ്മുടെ ചെടികൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റൂട്ടിംഗ് ഉള്ള തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ NPK വളങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 10-26 സ്റ്റോക്ക് എടുത്ത് വെക്കാൻ നമ്മൾ ഓൾറെഡി നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഫീൽഡുകളൊക്കെ പറഞ്ഞിരുന്നു, അത്യാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അവൈലബിലിറ്റി കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭ്യതയിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് 10-26 ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇവിടെ 12, 11, 18 എലിക്സർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഗ്രാനുവൽ ഫോമിൽ അധികം റേറ്റ് കൊടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 12, 11, 18 കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു 100 ഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള കണക്ക്. അതുപോലെ തന്നെ നമ്മുടെ 10-26 ആണെങ്കിൽ അതൊരു 150 മുതൽ 200 ഗ്രാം വരെ പെർ പ്ലാന്റ് കണക്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം 12, 11, 18 അതൊരു 100 ഗ്രാം. അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ പൊട്ടാഷ് ആഡ് ചെയ്യേണ്ടതാണ്. അതായത് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് MOP നമ്മുടെ മാർക്കറ്റിൽ ലഭ്യതയിലുണ്ട്. പെർ പ്ലാന്റിന് നമുക്ക് 50 ഗ്രാം എന്നുള്ള കണക്കിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അതൊരു 50 ഗ്രാം നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മൈക്രോ ഫുഡ് മോളാർ എന്ന് പറഞ്ഞ മാർക്കറ്റിൽ ലഭ്യതയിലുണ്ട്. അതും ഒരു 50 ഗ്രാം എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് ക്ലബ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ, അതായത് നല്ല റൂട്ടിങ്ങും സെറ്റിങ്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ചെയ്യാവുന്നതാണ് ക്ലബ് ചെയ്ത്. അല്ലാത്തവർക്ക് ഞാൻ ഇപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്, അതായത് സെറ്റിങ്സ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ജൈവമാർഗ്ഗം തന്നെ ആദ്യം ചെയ്യുക. അതിനുശേഷം അത്യാവശ്യം മഴ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രാനുവൽ ഫോമിൽ നമ്മൾ ഈ പറഞ്ഞ 10-26 അല്ലെങ്കിൽ 12, 11, 18 ഗ്രാനുലാർ ഫോമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതല്ല മഴ കുറവാണ്, മണ്ണിലത്തെ ചീർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൊടുത്തതിന് ശേഷം ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു രാസവളം കലക്കി ഒഴിക്കാവുന്നതാണ്. അപ്പം തോട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഒരിക്കലും തോട്ടത്തിൽ സെറ്റിങ്സ് ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ കർഷകരും തന്നെ ചെയ്യാൻ സാധിക്കുന്നവർ സ്പ്ലിറ്റ് ഡോസ് എന്നുള്ള കണക്ക് നമുക്ക് കുറച്ച് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു വർഷത്തിൽ ഒറ്റ തവണ കൊണ്ട് നിർത്താൻ പറയുന്നില്ല. നമ്മൾ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ഡോസിൽ പകുതിയാക്കി ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കൺസൾട്ടിങ് വേണ്ടവർക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.